എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിലെ ശ്രീശങ്കര ആർഷ വിദ്യാപീഠം വിദ്യാർത്ഥികൾ വർഷം തോറും അവതരിപ്പിച്ചു വരുന്ന രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ചുള്ള രാമായണ പ്രഭാഷണ പരമ്പരയിൽ 24-ാം ദിവസമായ ഇന്ന് പ്രഭാഷണം അവതരിപ്പിക്കുന്ന കുട്ടി നിവേദിത തവൂർ. രാമസന്ധ്യാനാമം ചൊല്ലുന്നത് കാർത്തിക് ആൻഡ് തീർത്ഥ മനോജ്. 3 കുട്ടികളും നമ്മുടെ ക്ലാസ്സിൽ വളരെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി കുട്ടികളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി നിവേദിതയെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ശ്രീരാമ ലക്ഷ്മണ സുഗ്രീവ സൈന്യം സാഗരതീരത്ത് എത്തിയ സമയം ലങ്കയിൽ ഒരു വലിയ മന്ത്രാലോചന നടന്നു. മഹാത്മാവായ ഇന്ദ്രതുല്യനായ ഹനുമാൻ ഒറ്റയ്ക്ക് ലങ്കയിൽ ചെയ്ത ഭയാവഹമായ ഘോരകൃത്യങ്ങൾ കണ്ടിട്ട് അല്പം ലജ്ജയോടെ തല കുനിച്ചുകൊണ്ട് രാവണൻ രാക്ഷസന്മാരോട് പറഞ്ഞു, ഒരു സാധാരണ വാനരനായ അവൻ ദുർഗമമായ ലങ്കാപുരിയിലേക്ക് കടന്നെത്തുകയും ജാനകിയായ സീതയെ കണ്ടെത്തുകയും ചെയ്തു. അവൻ നമ്മുടെ നഗരം തകർത്തു, രാക്ഷസ പ്രമുഖന്മാരെ കൊന്നു, ലങ്കാപുരിയാകെ അവൻ ചുട്ടരിച്ചു. പറയൂ, എന്തു ചെയ്യണം നാം? നിങ്ങൾക്ക് ഭദ്രം ഭവിക്കട്ടെ. എന്തു ചെയ്താൽ നാം എല്ലാം ഇവിടെ സുഖമായി കഴിഞ്ഞുകൂടും? കാര്യമായി നാം ആലോചിക്കണം. എല്ലാവരും സ്വന്തം അഭിപ്രായം പറയുക. നല്ലവണ്ണം ആലോചിച്ച് തീരുമാനമെടുക്കണം. രാഘവൻ അനുജനോടും സൈന്യത്തോടും കൂടി സാഗരം എളുപ്പത്തിൽ തരണം ചെയ്യുമെന്ന് വേണം കരുതാൻ. തന്റെ വീര്യം കൊണ്ട് ശ്രീരാമൻ സമുദ്രത്തെ വറ്റിച്ചെന്നും വരാം, അല്ലെങ്കിൽ മറ്റു വഴികളും കണ്ടെന്ന് വരാം. അവസ്ഥ ഇപ്രകാരമായിരിക്കെ വാനരന്മാരോട് വിരോധമുണ്ടായിരിക്കുന്ന സന്ദർഭത്തിൽ ലങ്കാ നഗരത്തിന്റെയും നമ്മുടെ സൈന്യത്തിന്റെയും കാര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനങ്ങൾ എന്താണ് എടുക്കേണ്ടതെന്ന കാര്യത്തിൽ ഭവാന്മാർ ആലോചിച്ച് ഉടനെ തന്നെ അറിയിച്ചാലും എന്ന് രാവണൻ പറഞ്ഞു. രാവണൻ ഇപ്രകാരം പറഞ്ഞതു കേട്ട് പ്രമുഖരായ രാക്ഷസന്മാർ രാവണന്റെ മഹത്വത്തെയും ഇതിനു മുൻപ് നടന്ന യുദ്ധങ്ങളിലെ എല്ലാം സാമർഥ്യത്തെയും എല്ലാവരെയും പരാജയപ്പെടുത്തിയ കഥകളും മറ്റും പറഞ്ഞ് രാവണനെ പുകഴ്ത്തി. അതുകൊണ്ട് രാവണൻ ഒരു കാരണവശാലും ഈ ഒരു മനുഷ്യനെ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്നവർ പറഞ്ഞു. പ്രഹസൻ എന്നു പേരായ ഒരു രാക്ഷസനും ദുർമുഖൻ എന്നു പേരുള്ള ഒരു രാക്ഷസനും ഞങ്ങൾ ഇപ്പോൾ തന്നെ പോയി രാമലക്ഷ്മണന്മാരെയും ഹനുമാനെയും കൊന്ന് ഉടനെ തന്നെ തിരിച്ചു വരാം എന്ന് വീരവാദം മുഴക്കി. കുംഭകർണപുത്രനായ വീരനായ നികുംബൻ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് അവരെ നിഹനിച്ചിട്ട് വരാം. ഇങ്ങനെ എല്ലാ രാക്ഷസന്മാരും അവരൊറ്റയ്ക്കൊറ്റയ്ക്ക് ചെന്ന് ഇപ്പോൾ തന്നെ ശ്രീരാമനെയും കൂട്ടരെയും വധിച്ചിട്ട് വരാമെന്ന് വീരവാദം മുഴക്കിക്കൊണ്ടിരിക്കുന്ന സമയം രാവണന്റെ അനുജനായ വിഭീഷണൻ തന്റെ വാക്യങ്ങൾ ഇപ്രകാരം ആ സഭയിൽ അറിയിച്ചു. വിഭീഷണൻ പറഞ്ഞു, ജ്യേഷ്ഠ, ത്രിവിധങ്ങളായ ഉപായങ്ങളെ കൊണ്ട് സാധ്യമാവാത്തവയിൽ മാത്രമേ, അതായത് സാമധാന ഭേദങ്ങൾ ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ മാത്രമേ ദണ്ഡോപായം ഉപയോഗപ്പെടുത്താവൂ എന്നാണ് മനീഷികൾ പറഞ്ഞിട്ടുള്ളത്. ജനസ്ഥാനത്തു നിന്ന് ആരുടെ ഭാര്യയെ അപഹരിച്ചു കൊണ്ടുവന്നുവോ ആ രാമൻ മുൻപ് രാക്ഷസ രാജാവിനോട് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? ഖരൻ അതിരു കവിഞ്ഞ അക്രമം ചെയ്തത് കൊണ്ടാണ് ശ്രീരാമൻ ഖരനെ വധിച്ചത്. അങ്ങനെ ഇപ്പോൾ വൈദേഹി നമുക്ക് വലിയ ഭയഹേതുവായി ഭവിച്ചിരിക്കുന്നു.
അപഹരിച്ചു കൊണ്ടുവന്ന അവളെ കൈവിടുകയാണ് വേണ്ടത്. കലഹത്തിനായി പ്രവർത്തിക്കുന്നതെന്തിന്? വീരവാനും ധർമാനുവർത്തിയുമായ ശ്രീരാമചന്ദ്രനോട് നിരർത്ഥകരമായ വൈര്യം വെച്ചിരിക്കുന്നത് ശരിയല്ല. മൈഥിലിയെ അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുക. ലങ്കാപുരിയും സമസ്ത രാക്ഷസന്മാരും നാശമായി പോകുന്നതിന് മുൻപ് മൈഥിലിയെ തിരിച്ചേൽപ്പിച്ചാലും. അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് പ്രസാദിച്ചാലും മമത്വത്തോടെ എന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങേക്ക് ഹിതകരമായ സത്യമാണ് ഞാൻ പറഞ്ഞത്. മൈഥിലിയെ ശ്രീരാമചന്ദ്രന് തിരികെ നൽകിയാലും. വിഭീഷണന്റെ വാക്കുകൾ കേട്ട ശേഷം രാവണൻ സ്വഭവനത്തിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ രാവണന്റെ അടുത്ത് വിഭീഷണൻ വീണ്ടും സീതയെ തിരിച്ചു നൽകുവാനും യുദ്ധം ഒഴിവാക്കാനും കേണപേക്ഷിച്ചു. രാവണൻ അതിന് സമ്മതിച്ചില്ല. വിഭീഷണനെ മടക്കി അയച്ചു. വീണ്ടും സഭ ചേർന്നു. രാവണനെ അനുകൂലിക്കുന്ന രാക്ഷസന്മാർ യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ഇവരെല്ലാം നമ്മുടെ മുൻപിൽ നിഷ്പ്രഭരാണെന്നും ഇവരെയെല്ലാം നിമിഷ നേരം കൊണ്ട് വധിക്കാമെന്നും അവർ രാവണനോട് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കുംഭകർണൻ തന്റെ അഭിപ്രായം പറഞ്ഞു. രാമലക്ഷ്മണന്മാരുടെ പക്കൽ നിന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുവരുന്നതിന് മുൻപ് നന്നായി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. അങ്ങ് ചെയ്തതെല്ലാം അങ്ങേക്ക് ചേരാത്തതാണ് മഹാരാജാവേ. ഈ പ്രവൃത്തിക്ക് മുൻപാണ് ഞങ്ങളോടെല്ലാം ആലോചിക്കേണ്ടിയിരുന്നത്, ഇപ്പോഴല്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പശ്ചാത്താപത്തിന്റെ ആവശ്യം വരികയില്ലായിരുന്നു. നീതിക്കെതിരായി ചെയ്യുന്ന കർമ്മങ്ങൾ ദുഷ്ടിച്ചു പോകുന്നു. പ്രേതാത്മാക്കളല്ലാത്തവർ അർപ്പിക്കുന്ന അവിശുദ്ധങ്ങളായ യജ്ഞഹവ്യങ്ങൾ പോലെയാണത്. മുൻപേ ചെയ്യേണ്ടത് പിൻപേയും പിൻപേ ചെയ്യേണ്ടത് മുമ്പേയും ചെയ്യുന്നവർക്ക് അനീതിയെ പറ്റി അറിവില്ലാതാകുന്നു. ഞാൻ അങ്ങയുടെ ഭ്രാതാവായതുകൊണ്ടും നമ്മുടെ രാക്ഷസ വംശം നിലനിൽക്കേണ്ടതുകൊണ്ടും തീർച്ചയായും ഞാൻ സൈന്യസമേതം അതിതീവ്രമായി യുദ്ധം ചെയ്ത് ദാശരഥിയെ വധിക്കാം. രാമനെയും ലക്ഷ്മണനെയും വധിച്ചിട്ട് സകല വാനര സംഘ പ്രമുഖന്മാരെയും ഞാൻ തിന്നു തീർത്തുകൊള്ളാം. ഇത്രയും പറഞ്ഞുകൊണ്ട് കുംഭകർണൻ രാവണനോട് തന്റെ സഹായത്തെ പറഞ്ഞു. അപ്പോൾ മഹാപാർശ്വൻ എന്ന വലിയ രാക്ഷസൻ രാവണന് എല്ലാ വിധത്തിലുള്ള സഹായവും ചെയ്യാമെന്ന് പറഞ്ഞു. എല്ലാ സൈന്യത്തെയും താൻ ഒറ്റയ്ക്ക് വധിച്ചുകൊള്ളാം എന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തു. മഹാപാർശ്വനോട് ഒരു രഹസ്യം രാവണൻ അപ്പോൾ പറയുകയുണ്ടായി. പണ്ട് പുഞ്ചകസ്ഥല എന്ന ഒരു സ്ത്രീയെ താൻ ബലം പ്രയോഗിച്ച് പ്രാപിച്ചു. ആ സമയം ബ്രഹ്മദേവൻ അതിക്രുദ്ധനായി എന്നോട് ഇങ്ങനെ പറഞ്ഞു: ഇനിമേൽ വല്ല പരസ്ത്രീയെയും നീ ബലാത്കാരം ചെയ്താൽ നിന്റെ ശിരസ് 100 പൊട്ടിത്തെറിക്കും, സംശയമില്ല. അങ്ങനെ ഒരു ശാപം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിനാലാണ് സീതാദേവിയെ ഞാൻ ബലം പ്രയോഗിച്ച് എന്റെ ശയനഗൃഹത്തിലേക്ക് കൊണ്ടുപോകാഞ്ഞത്. സഭയിലുണ്ടായിരുന്ന വിഭീഷണൻ വീണ്ടും കുറെ ഉപദേശങ്ങൾ രാവണന് നൽകി. രാമനെ ഒരു തരത്തിലും ജയിക്കാൻ സാധ്യമല്ല എന്നുള്ള വിവരം വീണ്ടും വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. മൈഥിലിയെ തിരിച്ചു കൊടുക്കുവാനും വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു. വിഭീഷണന്റെ വാക്യങ്ങൾ അസഹിഷ്ണുതയോടെ കേട്ടുകൊണ്ടിരുന്ന രാക്ഷസ യോദ്ധാക്കളിൽ പ്രമുഖനായ ഇന്ദ്രജിത്ത് രാവണനോട് പറഞ്ഞു: അങ്ങയെ അപമാനിക്കുന്ന കാര്യങ്ങളാണ് അങ്ങയുടെ സഹോദരനായ വിഭീഷണൻ പറയുന്നത്. അത് ഒട്ടും അഭികാവ്യമല്ല. വീണ്ടും ഇങ്ങനെ വിഭീഷണൻ പറയുന്നത് കേട്ടപ്പോൾ രാവണൻ പരുഷനായി ഇപ്രകാരം പറഞ്ഞു: ശത്രുക്കളോട് കൂടി വസിക്കാം, കോപിച്ച സർപ്പത്തോടൊപ്പവും കഴിയാം. എന്നാൽ ശത്രു സേവകനായി മിത്രം പോലെ ഇരിക്കുന്നവനോടൊപ്പം കഴിയുന്നത് ബുദ്ധിമുട്ടാണ്. രാക്ഷസ, എല്ലായിടത്തും ജ്ഞാതികളുടെ ശല്യം എന്താണെന്ന് എനിക്കറിയാം. ബന്ധുക്കൾക്ക് ദുഃഖം വരുമ്പോൾ സന്തോഷിക്കുന്നവരാണ് അവർ. മുഖ്യതയുള്ളവർ, നേടുവാൻ ശേഷിയുള്ളവർ, ധർമ്മശീലർ, ശരൂരർ എന്നിങ്ങനെയുള്ളവരെ എല്ലാം അവരുടെ ജ്ഞാതികൾ എന്ന് അപമാനിക്കുന്നതും ഇടിച്ചു താഴ്ത്തുന്നതും അവർ തമ്മിൽ ഹർഷതയോടെ ആപത്തിൽപ്പെടുന്ന ബന്ധുവിനെ ദ്രോഹിക്കുന്നതും ഉള്ളുകാട്ടാത്തവരും ഘോരന്മാരും ഭയങ്കരന്മാരുമാണ്. അത്യധികം കോപത്തോടെ രാവണൻ പറഞ്ഞു: കുലം കെടുത്തുന്നവനെ, വേറെ ആരെങ്കിലുമാണ് ഇപ്രകാരം പറഞ്ഞതെങ്കിൽ അവൻ ഇപ്പോൾ ജീവനോടെ ഇരിപ്പുണ്ടാവില്ല, ഓർത്തുകൊള്ളുക. ഇതു കേട്ട വിഭീഷണൻ പറഞ്ഞു: അങ്ങന്റെ ഭ്രാതാവാണ്, പൃഥുതുല്യൻ, തോന്നിയതൊക്കെ പറഞ്ഞുകൊള്ളുക. എന്നാൽ ഭവാൻ വർത്തിക്കുന്നത് ധർമ്മമാർഗത്തിലല്ല, തീർച്ച തന്നെ.
അതിനാൽ ഭവാന്റെ ഈ പരുഷവാക്യത്തിന് ഞാൻ ഒന്നും പകരം പറയുന്നുമില്ല. വിഭീഷണൻ ഇപ്രകാരം പറഞ്ഞ് രാമലക്ഷ്മണന്മാർ ഇരിക്കുന്ന ആ സമുദ്ര തീരത്തേക്ക് ചെന്നു. വിഭീഷണൻ തന്റെ കൂടെ മഹാപരാക്രമികളായ 4 രാക്ഷസന്മാരെയും കൂടി കൂട്ടിയിട്ടാണ് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്തേക്ക് ചെന്നത്. ഈ 5 പേരെയും കണ്ട സുഗ്രീവൻ എല്ലാവരോടുമായി പറഞ്ഞു, അതാ 4 രാക്ഷസന്മാരോടും കൂടി സർവായുധങ്ങളോടും കൂടി ഒരു രാക്ഷസൻ നമ്മുടെ നേരെ വന്നിരിക്കുന്നു. നമ്മളെ കൊല്ലാൻ തന്നെ സംശയമില്ല. സുഗ്രീവന്റെ വാക്കുകേട്ട വാനര പ്രമുഖന്മാർ ആയുധങ്ങളേന്തി അവരെ നേരിടാൻ സജ്ജരായി നിന്നു. സുഗ്രീവനെയും മറ്റു വാനരന്മാരെയും ആകാശത്തിൽ വർത്തിച്ചുകൊണ്ട് തന്നെ നോക്കിയിട്ട് വലിയ ശബ്ദത്തിൽ മഹാപ്രാജ്ഞനായ വിഭീഷണൻ ഇപ്രകാരം പറഞ്ഞു, രാക്ഷസേശ്വരനായ രാവണൻ എന്ന ദുർവൃത്തനായ ഒരു രാക്ഷസനുണ്ട്. അദ്ദേഹത്തിന്റെ ഭ്രാതാവായ വിഭീഷണനാണ് ഞാൻ. ജടായുവിനെ കൊന്നതിനു ശേഷം രാവണൻ ജനസ്ഥാനത്തു നിന്ന് സീതയെ അപഹരിച്ചു. ദീനയായ അവൾ രാക്ഷസിമാരുടെ കാവലിൽ അവശയായി കിടക്കുന്നു. പല കാരണങ്ങൾ ചൂണ്ടി കാട്ടിക്കൊണ്ട് ഞാൻ അദ്ദേഹത്തെ പലപാട് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. സീതയെ രാമന് തിരിച്ചു കൊടുക്കുകയാണ് ശരിയെന്നും പറഞ്ഞു. അദ്ദേഹമാകട്ടെ ഞാൻ പറഞ്ഞതൊന്നും ഹിതമായി കൈക്കൊണ്ടില്ല. എന്നോട് പരുഷവാക്കുകൾ പറഞ്ഞു. ദാസനെ എന്ന പോലെ എന്നെ അപമാനിച്ചു. ഞാൻ പുത്രന്മാരെയും ഭാര്യമാരെയും വെടിഞ്ഞ് ശ്രീരാമചന്ദ്രനെ ഇതാ ശരണം പ്രാപിക്കാൻ എത്തിയിരിക്കുകയാണ്. എന്റെ ആഗമന ഉദ്ദേശം മഹാത്മാവായ ശ്രീരാമനോട് അറിയിച്ചാലും സർവലോക ശരണ്യനായ അദ്ദേഹത്തെ ശരണം പ്രാപിക്കാൻ വിഭീഷണൻ വന്നിരിക്കുന്നുവെന്ന് അറിയിച്ചാലും. ഈ വാക്യം കേട്ട് സുഗ്രീവൻ ഓടിപ്പാഞ്ഞ് ലക്ഷ്മണാഗ്രജനെ സംഭ്രമം പൂണ്ടുകൊണ്ട് അറിയിച്ചു. അവിടെ കൂടിയിരുന്ന വാനര പ്രമുഖന്മാർ പലരും ശ്രീരാമചന്ദ്രസ്വാമിയോട് വിഭീഷണനെ കുറിച്ച് പല പല അഭിപ്രായങ്ങളും പറഞ്ഞു. നന്ദി, നമസ്കാരം. എക്സലന്റ് പ്രസന്റേഷൻ കേട്ടോ, വളരെ നന്നായി മോളുകുട്ടി, നന്നായിട്ട് ചെയ്തു കേട്ടോ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കുഞ്ഞിനെ. ഇപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാം. കാർത്തിക് രാമസന്ധ്യാനാമം ചൊല്ലുവാനായിട്ട് കാർത്തിക്കിനെ ക്ഷണിക്കുന്നു. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാതകാ മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തി മുക്തിദായക പുരന്ദരാദി സേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം. മാനവാശികാമണേ മുകുന്ദ രാമ പാഹി മാം. നിൻചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം. പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള. ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ഞാനിതാ. രാമമന്ത്രമോതിടുവാൻ ആമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. രാമ 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 പാഹി മാം. രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എനിക്കിതിന് അവസരം തന്ന പരമേശ്വരൻ സാറിനും സ്വാമിയാർ മഠത്തിലെ ഗുരുജനങ്ങൾക്കും നന്ദിയും നമസ്കാരം. കാർത്തിക് നന്നായിട്ട് ചെയ്തു കേട്ടോ. ദിവസവും രാമനാമം ജപിക്കണം. ഈ പഠിച്ച അത്രയും ഭാഗം ദിവസവും ജപിക്കണം. കുഞ്ഞിന് എല്ലാ വിധത്തിലുള്ള അഭ്യുദയങ്ങളും ഉണ്ടാകും കേട്ടോ മോനെ. തീർത്ഥ മനോജ് ആണ് അടുത്ത രാമസന്ധ്യാനാമം ചൊല്ലുന്നത്. തീർത്ഥയെ ഏറ്റവും സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തകാ മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തി മുക്തിദായക പുരന്ദരാദി സേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം.
ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്ക സാദരം മാനവ ശിഖാമണേ മുകുന്ദ രാമ പാഹിമം നിൻചരിതമോതുവാൻ നിലവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദ രാമ പാഹിമം ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ടു ഞാനിതാ രാമമന്ത്രമോതിടുന്ന താമയങ്ങൾ നീങ്ങുവാൻ രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹിമം ശിക്ഷയോടു മത്സ്യമായ അവതരിച്ച മാധവ വക്ഷസാങ്കിതം ഭവിച്ച രാമ രാമ പാഹിമം ധർമ്മമോടു മന്ദരാമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായ അവതരിച്ച രാമ രാമ പാഹിമം പാരിടം വിളർന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടുകൊണ്ട രാമ രാമ പാഹിമം നാരസിംഹരൂപമായ അവതരിച്ചു നീ പുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹിമം ചക്രത്രയങ്ങൾ മൂന്നടിയങ്ങളെന്നു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹിമം ഭംഗിയോടു ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമം ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഹോ ബ്രഹ്മദേവനാൽ വരിച്ച രാമ രാമ പാഹിമം ആകയാൽ അയോധ്യമെന്നെ നാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹിമം ദുഷ്ടരാം നിശാചരാവധം കഴിച്ചു യാഗവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹിമം ഗൗതമന്റെ ശാപമേറ്റു കല്ലതായി കിടന്നൊരു കണ്ണനേർമിഴിക്കു മോക്ഷമേണ്ട രാമ പാഹിമം ദേഹരാജ്യമുൾപ്പുകിന്തു വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹിമം അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കലം ധരിച്ച രാമ പാഹിമം ഭരതഭാഷിതം ശ്രവിച്ചു പൈത്രകർമ്മ തർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീടെ രാമ രാമ പാഹിമം പാതുകം ഭരതനങ്ങു പൂജ ചെയ്തു കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹിമം ഭക്തനാം ജടായുവിനു മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമ പാഹിമം ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹിമം സീതയോടു ചൊൽവതിന്നു ശില്പമായ വാക്യവും ചന്തമോടു ചൊല്ലിവിട്ട രാമ രാമ പാഹിമം ഇന്ദ്രജിത്തിനോടെതിർത്തു ബ്രഹ്മപാശമേറ്റതും ഇംഗിതത്തോടങ്ങറിഞ്ഞ രാമ രാമ പാഹിമം ലങ്ക ചുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹിമം വഞ്ചിരാ തൊടുത്തു പിന്നെ വാച്ചമോദമോടുടൻ വാരിധി കടന്നു ചെന്ന രാമ രാമ പാഹിമം കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹിമം ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരകുമാരനായ ലക്ഷ്മണാഗ്രജ വിഭോ മുകുന്ദ രാമ പാഹിമം ദുഷ്ടനാം ദശാനനന്റെ ഖണ്ഡവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തു കൊണ്ട രാമ രാമ പാഹിമം രാക്ഷസാകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തൽക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹിമം
അഗ്നിമണ്ഡലേയിരുന്ന സീതയെ വഹിച്ചുകൊണ്ട വന്നയോധ്യ പുക്കിരുന്ന രാമ രാമ പാഹിമം. രത്നമകുടവും ധരിച്ചു ദേവിയോടു കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹിമം. രാജ്യവാസിയായവർക്കു പൂജ്യനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ച രാമ രാമ പാഹിമം. ഭക്തിയോടു സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമം. നല്ല ശാന്തമായിട്ട് വളരെ സൗമ്യതയോട് കൂടിയിട്ടുള്ള ഭക്തിയോട് കൂടിയിട്ടുള്ള ഒരു ആലാപനം കേട്ടോ. നന്നായിരുന്നു അല്ലേ? അമ്മൂമ്മയുടെ കൂടെ എല്ലാ ദിവസവും കേട്ട് പഠിച്ചതാണ് നിങ്ങൾ എല്ലാവരും അല്ലേ വീട്ടില്? ഞാൻ ഈ സെലക്ട് ചെയ്ത ഇത് മാത്രം ആയതുകൊണ്ടായിരിക്കും പുസ്തകമൊക്കെ നോക്കേണ്ടി വന്നത്. ഫുള്ളായിട്ടാണെങ്കിൽ കാണാപ്പാടമാണല്ലേ എല്ലാവർക്കും? വെരി ഗുഡ്. അങ്ങനെ ജപിക്കണം, എല്ലാ ദിവസവും ജപിക്കണം കേട്ടോ. ഭഗവാന്റെ സാന്നിധ്യം വീട്ടിലുണ്ടാവും. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. മാച്ചേട്ടാ സാറേ, ദിവസം 24-ാമത്തെ ദിവസമാണ്. ഓരോ ദിവസം ചെല്ലുന്നവരും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയാണ് കുട്ടികളിലുള്ളത്. കാർത്തികവും തീർച്ചയായും വളരെ ഹൃദ്യമായിട്ട് തന്നെ സന്ധ്യാനാമം ചൊല്ലി. മക്കളെ ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലും ഇത് മറക്കരുത്. യാതൊരു കാരണവശാലും രാമായണ മാസം അവസാനിച്ചാലും ഇത് തുറന്നുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ വീട്ടില് അതിൻ്റെതായിട്ടുള്ള സർവൈശ്വര്യങ്ങൾ ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സന്തോഷം ഉണ്ടാകും, ശാശ്വതമായ ശാന്തി ഉണ്ടാകും. ഒരു സംശയവും വേണ്ട. നമുക്കൊക്കെ വേണ്ടിയാണ് ഭഗവാൻ ശ്രീരാമേന്ദ്ര സ്വാമികള് ഈ ലീലകൾ മുഴുവൻ ആടിയത്. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അത് മറക്കരുത്. അതുകൊണ്ട് ഭഗവാനോട് നമുക്ക് നന്ദി വേണ്ടേ? അതിന് ഇതേ ഒരു മാർഗമുള്ളൂ. ഭഗവാന്റെ നാമം ചൊല്ലുക, ഭഗവാന്റെ കഥകൾ പറയുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം പൂർവ്വജന്മ സുഹൃത മ്യൂട്ടായി. യാതൊരു കാരണവശാലും കേൾക്കാവോ? യാതൊരു കാരണവശാലും മറക്കരുത്. നന്ദിയോടുകൂടി ആ ഗുരുനാഥനെയും സ്മരിക്കണം. പ്രഭാഷണം നടത്തിയ നിവേദിത വളരെ വിശദമായിട്ട് തന്നെ രാവണനെ സഹായിക്കാൻ രൂപപ്പെട്ടത്, അതുപോലെ തന്നെ വിഭീഷണന്റെ ധർമ്മബോധവും ഏറ്റവും നീതിബോധത്തോടു കൂടിയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം നമ്മളെയും ബാധിക്കുന്നതാണ്. രാമായണത്തിലെ ഓരോ വരിയും നമുക്കുള്ള നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങളാണ് നേർവഴി കൂടി നടത്താനുള്ളത്. ഇത് മുഴുവൻ ഹൃദയസ്ഥമാക്കി എല്ലാ ദിവസവും രാമായണത്തിന്റെ ഒരു വരിയെങ്കിലും വായിച്ച് പഠിച്ച് ജീവിതം ധന്യമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ കുഞ്ഞുങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സായിറാം സർ, നമസ്കാരം. തീർത്ഥക്കുട്ടി നന്നായിട്ട് ചൊല്ലിട്ടോ മോളെ സന്ധ്യാനാമം. ബ്യൂട്ടിഫുൾ, നല്ലോണം ചൊല്ലി. സാറ് പറഞ്ഞ പോലെ ഇടയ്ക്ക് സാറിന്റെ എബ്രിഡ്ജ്ഡ് ആണല്ലോ, അതുകൊണ്ടായിരിക്കും അല്ലെ? വീട്ടിലെന്നും ചൊല്ലണതാണോ മോള്? നന്നായിട്ട് ചൊല്ലിട്ടോ. പിന്നെ കാർത്തിക് നന്നായിട്ട് ചൊല്ലി. പിന്നെ നിവേദിതയുടെ കഥാകഥനം സൂപ്പറായിരുന്നു. വിഭീഷണന്റെ വരവും സത്യം പറഞ്ഞാൽ നമുക്ക് സംശയദൃഷ്ടിയോടെയല്ലേ നോക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശത്രുവിന്റെ ഒരു അനിയൻ ഇങ്ങനെ രാക്ഷസന്മാരായിട്ട് കൂട്ടി വരുമ്പോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു രംഗം നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര സംശയദൃഷ്ടിയോട് കൂടിയായിരിക്കും
അവരെ വീക്ഷിച്ചതും പിന്നെ ആ ഒരു ആക്സെപ്റ്റൻസ്, വിഭീഷണനെ ശ്രീരാമ ഭഗവാൻ സ്വന്തം ഇതായിട്ട് കൂടെ കൂട്ടിയതും വിഭീഷണൻ കൂടെ ഉള്ളത് കൊണ്ടും കൂടിയാണ് രാവണനോടുള്ള യുദ്ധം വളരെ എളുപ്പമായി തീർന്നത് ശ്രീരാമസ്വാമിക്ക്. രാവണന്റെ രഹസ്യങ്ങളെല്ലാം അറിയുന്ന ഒരാളായിരുന്നു വിഭീഷണൻ. അപ്പൊ വിഭീഷണൻ ധർമ്മത്തിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ലെസൺ നമുക്ക് വിഭീഷണന്റെ ലൈഫിന് കിട്ടാനുള്ളത്. അപ്പോ നന്നായിട്ട് തന്നെ പറഞ്ഞു, കഥാകഥനം നന്നായിരുന്നു. പരമേശ്വരൻ സാറിന്റെ എന്താ പറയണ്ടേ സെലക്ഷൻ ഒത്തിരി എന്താ പറയണ്ടേ, അതിനെ അഭിനന്ദിക്കണം. ഈ കുട്ടികളെ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്ന അതൊരു ഗുരുവിന്റെ കഴിവ് തന്നെയാണ്. അതിന് മുന്നിൽ നമിക്കുന്നു. ഈശ്വരൻ നല്ലത് വരുത്തട്ടെ. നമസ്കാരം. നിവേദിതയുടെ പ്രഭാഷണം വളരെ നന്നായിരുന്നു. അതായത് എല്ലാവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. നിവേദിത നല്ല അക്ഷരസ്ഫുടതയുടെ പ്രഭാഷണം നടത്തിയതിൽ അഭിനന്ദനം അറിയിക്കുന്നു. തീർത്ഥമോൾ ഭക്തിയോടെ സന്ധ്യാനാമം ചൊല്ലി. ഇത് മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃകയാകാവുന്നതാണ്. കാർത്തികും ഭംഗിയായി ചൊല്ലി. അപ്പോൾ പരമേശ്വരൻ സാറിന് വിചാരിക്കുന്ന പോലെയൊക്കെ കുട്ടികൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. അതേപോലെ ഈശ്വരനും നിങ്ങളെ അനുഗ്രഹിക്കും. എല്ലാവരും നല്ല നിലയിൽ എത്തിച്ചേരും. സായിറാം. സായിറാം, സായിറാം. നാളത്തെ പ്രോഗ്രാം നോക്കാം. നാളെ 25-ാം ദിവസം. ഗോപാലകൃഷ്ണൻ സാറേ, രണ്ടു വാക്ക് പറയുന്നോ? കുഞ്ഞുങ്ങളെ പറയാനുണ്ടായിരുന്നു. ഒരു അല്ല, സമയമായെങ്കിൽ നിർത്താം. സമയമായോ? ഇല്ല, സമയം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെയാ. അല്ല, സാറിനോട് പറയാൻ പറഞ്ഞ അത് തീരുന്ന ദിവസമായിരുന്നു അല്ലേ? അല്ല, 9 മണിക്ക് സാറ് വരുമെന്നേ. അല്ലല്ല, തീരുന്ന ദിവസം. ഞാൻ പറയാൻ വന്ന എന്നാന്ന് ചോദിച്ചാല്, നമ്മുടെ കുഞ്ഞുങ്ങളെ ശരിക്ക് വലിയ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇപ്പം ഇത് മനസ്സിലായില്ല എന്ന് വരാം. കാര്യം നിങ്ങൾ മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടായിരിക്കും ഇതുപോലെ ഒരു ഗുരുവിൻ്റെ അടുക്കൽ എത്തുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും. പക്ഷെ നിങ്ങൾക്കിതിൻ്റെ വില മനസ്സിലാകാൻ പോകുന്നത് ഞങ്ങളെ പോലെ വൃദ്ധരായി കഴിഞ്ഞായിരിക്കും. പ്രായമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും നിങ്ങളുടെ മാതാപിതാക്കൾ എത്രമാത്രം ഉചിതമായ ഒരു തീരുമാനം എടുത്ത് ഇതുപോലെ പരമേശ്വരൻ സാറിനെ പോലെ ഒരു മഹാഗുരുവിൻ്റെ സാന്നിധ്യം കണ്ടറിഞ്ഞ് ആ ഗുരുവിൻ്റെ അടുക്കൽ നിങ്ങളെ എത്തിച്ചല്ലോ എന്ന് നിങ്ങൾ അന്നായിരിക്കും തിരിച്ചറിയുന്നത്. ശരിക്ക് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. എന്നാന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ ഇപ്പം ആലോചിക്കായിരുന്നു, ഞങ്ങളുടെ ഒന്നും ചെറുപ്പത്തിൽ ഇങ്ങനെ ഇതുപോലെ ഒരു പരമേശ്വരൻ സാർ ഞങ്ങളുടെ ഒന്നും അടുത്തില്ലാതെ പോയി. അതിൻ്റെ ഒരു നിർഭാഗ്യം സത്യം പറഞ്ഞാൽ ഇന്നാ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരു കുഞ്ഞുങ്ങളോട് എനിക്ക് കടുത്ത അസൂയ തോന്നുന്നു കേട്ടോ. ഇതുപോലൊരു വലിയ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും സുഹൃതം ചെയ്ത കുഞ്ഞുങ്ങളാണ് തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇതുപോലൊരു ഗുരുവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സുഹൃതം നിങ്ങളുടെ ജീവിതത്തിൽ എമ്പാടും ഉണ്ടാവും. നിങ്ങൾക്ക് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു ആധ്യാത്മികത അത് മുറുകെ പിടിച്ച് ഈ ഒരു ആധ്യാത്മിക പാതയിൽ സഞ്ചരിക്കാനും അതിൻ്റെ ഒരു സുഹൃതം ലഭിക്കാനും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. നിങ്ങളുടെ ജീവിതം അതീവ മനോഹരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് പങ്കെടുത്ത എല്ലാവരുടെയും പ്രഭാഷണങ്ങളും സന്ധ്യാനാമങ്ങളും എല്ലാം വളരെ നന്നായിരുന്നു. നിങ്ങൾക്ക് നന്മ മാത്രമേ വരുള്ളൂ തീർച്ചയായിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി ഗോപാലകൃഷ്ണൻ സാറേ. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാം നടത്തുന്നതിൻ്റെ വലിയൊരു ആഗ്രഹം, നമ്മൾ മഠത്തിലുള്ള 3-4 പേര് മാത്രം കുഞ്ഞുങ്ങളെ
ഞങ്ങൾ നേരിട്ട് ഇടപെടുന്നവർ മാത്രം കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാൽ പോരാ, എല്ലാവരും. എന്താ വെച്ചാൽ വലിയൊരു കാര്യമാണ്. നമ്മുടെ സ്വാമിയാർ മഠത്തിന്റെ ഒരു വലിയ അസറ്റാണ് ഈ കുട്ടികൾ. ഇത്രയും കുട്ടികൾ അവിടെ വരിക, മഠത്തിന്റെ കീഴില് എല്ലാ കാര്യങ്ങളും അഭ്യസിക്കുക, എല്ലാവരുമായിട്ട് നല്ല ആ ഒരു ഗുരു ശിഷ്യ ബന്ധം പുലർത്തിക്കൊണ്ട് എല്ലാവരെയും റെസ്പെക്ട്. ആ കുട്ടികളൊക്കെ എന്ത് നന്നായിട്ട് ഓരോ മധുചേട്ടനെയും സോമൻ ചേട്ടനെയും വിശ്വനാഥൻ സാറിനെ അങ്ങനെ എല്ലാവരെയും അവരുടെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പെരുമാറ്റം, അവരുടെ ഒരു അച്ചടക്കം, എല്ലാവരും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രംഗം ഞാൻ എൻ്റെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലെ ഇരുന്ന് ഇങ്ങനെ പല സന്ദർഭങ്ങളിലും കഴിക്കാൻ പറ്റുന്ന ഒരു അവസരം, എവിടെയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നമ്മൾ ഓടിച്ചെന്ന് അവിടെ കയറി ഇരുന്ന് കഴിക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഞായറാഴ്ച വന്നിട്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് എല്ലാവരും ഒരേ ഫുഡ് ഒരേ രീതിയിൽ കഴിക്കുക. എല്ലാ ദിവസവും ഇഡലി ആയിട്ട് പോലും ഒരു മടുപ്പില്ല. എന്നാലും നമുക്ക് ചെറിയൊരു മടുപ്പ് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കൊന്ന് കുട്ടികൾക്ക് മാറ്റി കൊടുക്കുന്നത്. അന്നേരം അവർക്കൊരു സന്തോഷം, സ്പെഷ്യലായിട്ടൊരു സന്തോഷവും, അതേസമയം മറ്റുള്ള ദിവസങ്ങളിൽ ഒരു സന്തോഷക്കുറവും ഇല്ലേനും. ആ ഒരു എന്താ പറയുക, ഒരു കൂട്ടായ്മ, കുഞ്ഞുങ്ങളുടെ ഒരു കൂട്ടായ്മ, അതൊരു വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിനൊരു ചെറിയൊരു അഡീഷണൽ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യം ചോദ്യോത്തരം വെച്ചത്. ആക്ച്വലി ചോദ്യോത്തരം ഒന്നും അതിനകത്ത് കാര്യമില്ല, പക്ഷെ കുറച്ച് നാളുകളിൽ അങ്ങനെ ചെയ്തത്. അങ്ങനെ 2 കുട്ടികൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വരിക, ഒരു 4 പേര് തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് വരിക. അപ്പോ ചീത്ത കൂട്ടുകെട്ടുകളിൽ പോകാതെ നമ്മുടെ മഠത്തിൽ വരുന്ന കുട്ടികൾ തമ്മിലൊരു കൂട്ടുകെട്ടുണ്ടായാൽ ഒരിക്കലും അവരിൽ ഒരു തരത്തിലുള്ള ദൂഷ്യങ്ങളും അവരിൽ കയറി വരില്ല. അപ്പോ എപ്പോഴും ഫ്രണ്ട്സ് ആവശ്യമാണ്. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തത് ഒന്നാണ് ഫ്രണ്ട്ഷിപ്പ്. എന്താ വെച്ചാൽ അച്ഛനോടും അമ്മയോടും തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഫ്രണ്ട്സ് തമ്മിൽ ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അത് നല്ല കൂട്ടുകാരായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ നല്ല കൂട്ടുകാരെ കിട്ടാൻ ഏറ്റവും എളുപ്പ വഴി എന്താ? ഇങ്ങനെയുള്ള ആത്മീയ പാതയിൽ പോകുന്ന കൂട്ടുകാരെ കിട്ടുക. അത് മഠം വലിയൊരു കാര്യമാണ് മഠത്തിൽ സംഭവിക്കുന്നത്. 100 ചില്ലാനും കുട്ടികൾ, 190 കുട്ടികൾ വരുമ്പോൾ അവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എനിക്ക് തോന്നിയിരിക്കുന്നത്. നമ്മൾ ഈ പഠിപ്പിക്കുന്നതിലൊന്നുമല്ല, ഇതൊക്കെ കുഞ്ഞുങ്ങൾ പിന്നെയാണെങ്കിലും പഠിക്കും. പക്ഷേ ഇങ്ങനെ ഒരേ സമാന ചിന്താഗതിയിലുള്ള ഫാമിലീസ്, പാരൻസ് തമ്മിലുള്ള ബന്ധം, അത് കുറച്ചുകൂടെ ഇവിടെ വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഫാമിലി പാരൻസിന്റെ മീറ്റിംഗ് ഒക്കെ വിളിച്ചാൽ ആരും വരാറില്ല. അതും കൂടെ നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് സുന്ദരമായിരിക്കും എല്ലാ വീടുകളിലും തമ്മിൽ പരസ്പരം ഒരു ബന്ധം, ഒരു കൂട്ടായ്മ. അതേമാതിരി ഈ കുട്ടികൾ തമ്മിലൊരു കൂട്ടായ്മ, വളരെ എന്താ പറയാ, നമ്മളെല്ലാവരും വിഭാവനം ചെയ്യുന്ന ഒരു ശാന്തവും സുന്ദരവുമായ ഒരു ജീവിതം അവിടെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതിന് ഭഗവാൻ ശ്രീരാമേന്ദ്രസ്വാമിയും ഹനുമൻ സ്വാമിയും അനുഗ്രഹിക്കട്ടെ. മധുച്ചേട്ടന്റെ സോമചേട്ടന്റെ നേതൃത്വത്തില് നമുക്കിനിയും മുന്നോട്ട് പോകാൻ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവരിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പരിപാടി നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ 25-ാമത്തെ ദിവസം, നാളെ പ്രഭാഷണം നടത്തുന്നത് അനന്യ, അനൂപ്, അമൃത ആർ നായർ. 2 കുട്ടികളാണ് നാളെ പ്രഭാഷണം നടത്തുന്നത്. അതുപോലെ 2 കുട്ടികൾ നാളെ രാമസന്ധ്യാനാമം ചൊല്ലുന്നു. ഋതുകേഷ് ആൻഡ് മൈഥിലി, ഋതുകേഷും മൈഥിലിയും രാമസന്ധ്യാനാമം ചൊല്ലുന്നു. ഇന്ന് ധാരാളം പേരിന്ന് കേൾക്കാനായിട്ടുണ്ടായിരുന്നു. 56-57 പേരോളം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. നാളെയും ഇതേപോലെ 3-5-6 ദിവസം കൂടെ എല്ലാവരും എങ്ങനെയെങ്കിലും സ്വല്പം ടൈം കണ്ടെത്തി കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് വരിക. അതാണ് ഞങ്ങളുടെ ഒരു അപേക്ഷ. എല്ലാവർക്കും നമസ്കാരം. നാളെ നമുക്ക് വീണ്ടും കാണാം. സായിരാം.